നമ്മുടെ ആ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വൈറ്റ് റോസ് പൂത്തു കേട്ടോ, സ്റ്റൈലായിരുന്നു. മഴ പെയ്തപ്പോ നല്ല തണുപ്പ്. അല്ല, ആളുകൾ ചോദിക്കുന്നതെന്നറിയോ, സുഖമാണ് ആൺകുട്ടിയെന്നും എനിക്കെന്താ ചുണയില്ലാത്തതെന്നും. ആളുകൾക്ക് എന്താ അനുഭവിക്കാനുള്ളത് നമ്മളല്ലേ? ആ, അനുഭവിക്കാനും വേണം ഒരു യോഗം. എടോ നീതി, അങ്ങനെ ഓരോരുത്തർ അനുഭവിക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ താനും ഞാനും ഒക്കെ ഇങ്ങനെ അവതരിച്ചത്. ഈ സുഖീട്ടിന്റെ കാര്യമേ ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാണ്ട്. ആ, ജീവിതം തുടങ്ങി അവസാനം ചുടുങ്ങുന്നത് വരെ കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. പിന്നെ എപ്പോഴാണോ ജീവിക്കാൻ പറ്റുക? ആ, ഞങ്ങളിപ്പോ നിങ്ങളാരും പറഞ്ഞേ ഉള്ളൂ. പരദോഷമായിരിക്കും. ഏയ് അല്ല, സുജയെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ആ ബുദ്ധിമുട്ട് ഒഴിവായല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ. വണ്ടി ഇരിച്ചു. എനിക്കാണെങ്കിൽ ഒരാഴ്ചത്തെ ടൂർ. മുത്തശ്ശിയെ തിങ്കളാഴ്ചയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞ അച്ഛന്റെ കത്ത്. അവിടെ അമ്പല കമ്മിറ്റിയുടെ തിരക്കാണത്രേ. പിന്നെ ഈ കണ്ടീഷനിൽ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നാത്തൂനും ഇവിടെ കിടന്ന് കടിപിടി പോയിട്ടെന്ന് കരുതി. അല്ലയോ, ഈ ചുമ്മാ നേരം വിളിപ്പിച്ചാ മതിയോ? ഞങ്ങളെ കണ്ടുപിടിച്ചേ വേണ്ടേ? അത് പിന്നെ നല്ല പ്ലാനിങ് ആണോ? ഏയ്, അതിപ്പോ ഓസ്ലോ എന്നോ വർക്ക് റൂളെന്നോ എന്ത് പറയാ. ഞാൻ കോപ്പി എടുക്കട്ടെ? എനിക്ക് വേണ്ട. സുജിക്കോ? അയ്യോ വേണ്ട, കാപ്പി കുടിച്ച അപ്പം മനമറിയും. എനിക്ക് പോകാൻ സമയമായി, ഞാൻ ഇറങ്ങുന്നു. അയ്യോ, ഇപ്പഴൊരു കാര്യം ഞാൻ ഓർത്ത്. സുജി വന്നേ. വേടാ, എന്താടാ ഞങ്ങളറിയാതെ ഒരു രഹസ്യം പറത്തില്ല. എന്താ ഇത്? ഒരു ഉമ്മ. അപ്പുറത്തെ ചേട്ടനുണ്ട്. നീ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഭ്രാന്തായത്. ആ, ഒന്നുകൂടെ വീട്ടിൽ കാണുകുട്ടോ. എന്താ ഇവിടെ? അല്ല, ഞങ്ങളൊരു കാര്യം പറയാം. ഞാൻ ഇറങ്ങുന്നേ. ഓക്കെ, ബൈ. പോന്നേ. ആഹാ, കരയാണോ? അയ്യോടാ, അവളുടെ ഒരു വിരഹ ദുഃഖം. അവൻ നാളെ ഇനി വരത്തില്ലയോ? പോകത്ത്.